ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ പറമ്പിൽ കുറച്ച് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് തിരുവാതിര ആകുമ്പോഴത്തേക്കും കുറച്ച് പൊടി ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അമ്മ പറമ്പ് പോയി കഴിഞ്ഞ് പൂവെടുക്കുന്ന രീതിയാണിത്. അപ്പോൾ നമുക്ക് കിട്ടിയ പൂവ് അപ്പം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് എടുക്കാൻ, പക്ഷെ എന്നാലും നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ. ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു സംഭവമാണ് ഈ കൂവ എന്ന് പറയുന്നത്. ക്ഷീണത്തിന് നല്ലതാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ കലക്കി കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ദാഹത്തിന് ദാഹശമനിയാണ്. പിന്നെ തിരുവാതിര അങ്ങനത്തെ പല കാര്യങ്ങളിൽ കൂവ ആണല്ലോ കലക്കി കഞ്ഞി വെള്ളം വെക്കുക. നമുക്ക് അന്ന് ഏകാദശി വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചെടുക്കുമ്പോൾ കൂവപ്പൊടി, അപ്പോൾ അന്ന് ക്ഷീണമില്ലാതെ നിൽക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂവക്കോല് വെച്ചിട്ട് ഒരുതുന്ന രീതി കേട്ടോ ഇത്. ഇതൊക്കെ പണ്ട് മുതലേ ചെയ്തതാണ്. പക്ഷെ ഞങ്ങളിവിടെ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാർ തന്നെയാണ് എടുത്തത്. അതിലാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയല്ലോ. അപ്പോൾ അതാ നന്നായി അടിച്ച കൂവ ഇനി തുണിയിൽ കെട്ടി പിഴിയാണ്. 2-3 പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നല്ല പൊടി കിട്ടുക. കൂവപ്പൊടിൻ്റെ ധാരാളം വിഭവങ്ങളും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നന്നായി പിന്നെ ഒരു തുണി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നല്ലോണം പൊടി ഇളക്കി കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ രാത്രിയായിട്ടോ സമയം, രാവിലെ തുടങ്ങിയതാണ്. എന്തായാലും വേണ്ടിയില്ല. അതാ നമ്മളെ പാത്രത്തിലിതാ നല്ല വെള്ളം നിറത്തിലിതാ ഊറി വന്നത് കണ്ടില്ല. അതാണ് നമ്മളെ കൂവപ്പൊടി. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തെളിവെള്ളം ആക്കിയിട്ട് അത് ഊറ്റു. അപ്പോൾ ലാസ്റ്റ് കാണുന്ന പൊടിയാണ് ആ വെള്ള നിറത്തിൽ കണ്ടില്ലേ, അതാണ് കൂവപ്പൊടി. അത് ഇനി വെയിലത്തിട്ട് വെച്ച് നന്നായി ഉണക്കുക. അപ്പോൾ നല്ല പൊടി കിട്ടുമ്പോൾ. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടി ഒരുപാട് കാലത്തെ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ബായ്.